ജമാൽ അവിടെ നിന്ന് ഇപ്പോൾ ഗൾഫ് മേഖലയിൽ നിന്ന് ഉണ്ട് എന്ന് വിചാരിക്കുകയാണ്. ജമാൽ, കേൾക്കാമോ? നമ്മളെ സംബന്ധിച്ച് ഖത്തറിലെ ഈ സാഹചര്യം ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഓഫീസുകളിലേക്ക് വിളിക്കുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. മലയാളി കുടുംബങ്ങൾ അവിടെ ഒരുപാട് ആളുകൾ താമസിക്കുന്നത് ഏറ്റവും ശക്തമായി നമ്മുടെ പ്രവാസി സമൂഹമുള്ള ഒരു നാടാണ്. ദോഹയിലാണ് ഈ ആക്രമണം വന്നിട്ടുള്ളത്. ഈ വൈകിട്ട് ഏതാണ്ട് ഇപ്പോൾ സമയം 8:10 7 മണിയോടുകൂടിയാണ് ജമാൽ ഈ വാർത്ത വന്നു തുടങ്ങിയത് പുറത്തേക്ക്. ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആശങ്കയിലാണ് ഗൾഫ് മേഖല ഉള്ളത്. നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് ഇറാന്റെ ഒരു ആക്രമണം യു എസ് സൈനിക താവളങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്ന സമയത്തും വലിയ ആശങ്കയിലായിരുന്നു. പക്ഷെ അത് ദിവസങ്ങൾക്കുള്ളിൽ പരിഹരിക്കപ്പെട്ടു. പക്ഷെ വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടരുന്നത് അല്ലെങ്കിൽ ഈ അനിശ്ചിതാവസ്ഥ വീണ്ടും ഉണ്ടാകുന്നത് ഗൾഫ് മേഖലയെ പ്രവാസികളെ വലിയ തോതിൽ ബാധിക്കുന്നു. ഒപ്പം തന്നെ ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് ഇത് വലിയ തോതിൽ ദോഷം ചെയ്യും. നേരത്തെ ഈ അമേരിക്കയുടെ സഖ്യകക്ഷിയിലെ അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ഖത്തർ. ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ അമേരിക്കയോട് സഹകരണം പ്രഖ്യാപിക്കുന്ന ശക്തമായി ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഖത്തർ. പക്ഷേ ഈ ഖത്തറിന് നേരെ ഉണ്ടായ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണം എന്ന് തന്നെയാണ് ഖത്തർ വിശേഷിപ്പിക്കുന്നത്. നേരത്തെ ഇറാന്റെ ആക്രമണം അമേരിക്കയിലെ സൈനിക താവളങ്ങൾക്ക് നേരെയായിരുന്നെങ്കിൽ ഇത് ദോഹയിലെ ഖത്തറിന്റെ തലസ്ഥാനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ റെസിഡൻഷ്യൽ ഏരിയകൾക്ക് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണം എന്ന നിലയിൽ തന്നെയാണ് ഖത്തർ ഈ ആക്രമണത്തെ കാണുന്നത്. ജീവഹാനി സംബന്ധിച്ച റിപ്പോർട്ടുകൾ വരും സമയങ്ങളിൽ ലഭ്യമാകും. ഇത് സംബന്ധിച്ച അന്തിമ സ്ഥിരീകരണം ലഭിക്കാറുണ്ട്. പക്ഷേ ജീവഹാനി ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പരിക്കൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ ഒക്ടോബറിലെ 2023 ഒക്ടോബർ കൂട്ടക്കലേക്ക് നേരെയുള്ള അതിന് പ്രതികാരമായി അല്ലെങ്കിൽ അതിനുള്ള തിരിച്ചടിയാണ് എന്ന തരത്തിലാണ് ഇസ്രായേൽ ഈ ആക്രമണത്തെ കുറിച്ച് പറയുന്നത്. ഹമാസിന്റെ നേതാക്കളെ വർഷങ്ങളായി ഹമാസിന്റെ കൂട്ടക്കലക്ക് അല്ലെങ്കിൽ ഭീകരവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾക്ക് നേരെ തങ്ങൾ ആക്രമണം നടത്തി അതിൽ വിജയിച്ചു എന്ന തരത്തിലാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഒക്കെ തന്നെയും പറയുന്നത്. പക്ഷെ ഇതിനപ്പുറത്ത് ഗൾഫ് മേഖലയിൽ വലിയ അനിശ്ചിതാവസ്ഥയ്ക്ക് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വഴിവെക്കുന്നു എന്നതാണ്. അത് ഇന്ത്യക്കാരായ അല്ലെങ്കിൽ മലയാളികളായ പ്രവാസികളെ വലിയ തോതിൽ ബാധിക്കുന്നു. വലിയ ഭീതിയിലാണ്, ആശങ്കയിലാണ് ഈ രാജ്യങ്ങൾ ജമാൽ, അവിടെയുള്ള മലയാളി സുഹൃത്തുക്കൾ, അവിടെ നമുക്ക് വാർത്തകളും മറ്റും തരുന്ന നമ്മുടെ വാർത്താ സംവിധാനത്തിൽപ്പെട്ട ആളുകൾ, ഓമനക്കുട്ടൻ അടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ അവിടുത്തെ മലയാളി സംഘടനകൾ, ഖത്തർ സംസ്കൃതി അടക്കമുള്ള സംഘടനകൾ, അതിലെ പ്രവർത്തകർ, അങ്ങനെ വിപുലമായ പരിചയങ്ങളുണ്ട് ജമാലിനെ സംബന്ധിച്ച്. ഇതിനുശേഷം അവരുമായി ആരെങ്കിലുമൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചോ? ഫോണിൽ കിട്ടിയോ ആരെങ്കിലുമൊക്കെ? തീർച്ചയായും ഇവരൊക്കെ തന്നെയും ബന്ധപ്പെട്ടത്. പക്ഷെ കൂടുതൽ വിവരങ്ങൾ ഫോണിൽ പറയാൻ പലരും തയ്യാറാകുന്നില്ല. കാരണം അത് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ അത് കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കാൻ പല ആളുകളും തയ്യാറാകുന്നില്ല. ഖത്തറിലെ നിരവധി ആളുകളുമായി ബന്ധപ്പെടുമ്പോഴും ഇതേ അനുഭവമാണ് ഉള്ളത്. പക്ഷേ ഈ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ജീവഹാനി ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്, അത് തങ്ങളെ അസ്വസ്ഥപ്പെടുന്നു, തങ്ങളെ ആശങ്കപ്പെടുത്തുന്നു എന്ന തരത്തിൽ തന്നെ വലിയ ആശങ്കയോടാണ് ഈ ആളുകളൊക്കെ തന്നെയും നമ്മളോട് സംസാരിക്കുന്നത്. ഖത്തർ പലതരത്തിലുള്ള നേരത്തെ ഉപരോധം നേരിട്ട ഒരു രാജ്യമാണ്. അതിൽ നിന്ന് അതിജീവിച്ചു. പിന്നീട് ഖത്തർ ലോകകപ്പ് വന്നു. അതിനുശേഷം ഖത്തർ ലോകത്തിന്റെ നെറുകയിലെത്തി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശസ്തി നേടി. പക്ഷേ ഇറാന്റെ ആക്രമണത്തിൽ നിന്ന് വീണ്ടും ഖത്തറിൽ ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടായി. ഇപ്പോൾ ഇത് വീണ്ടും തുടരുന്നു എന്നത് ഖത്തറിനെ പോലുള്ള ഒരു കൊച്ചു രാജ്യത്തെ സംബന്ധിച്ച് ഏറെ ആശങ്കപ്പെടുന്നതാണ്. ഖത്തറിനെ മാത്രമല്ല ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെയും രാഷ്ട്രീയമായ ഒരു അസ്വസ്ഥതയ്ക്ക് ഇത്തരം ആക്രമണങ്ങൾ വഴിതെളിയിക്കുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഗൾഫ് മേഖലയിൽ ഒരു അസ്വാരസ്യം ഉണ്ടാക്കാൻ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ഇസ്രായേലിന് ആയുധമാകുന്നു അല്ലെങ്കിൽ വളം വെക്കുന്നു എന്നതുകൂടിയാണ് കാണേണ്ടത്. ഈ ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയ രംഗത്ത് ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്ക ലക്ഷ്യമിടുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ അത്തരം അവരുടെ ലക്ഷ്യങ്ങൾ വിജയിക്കുന്നു എന്നത് കൂടിയാണ് ഈ ആക്രമണത്തെ കാണേണ്ടത് എന്ന് തോന്നുന്നു.